സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നൊരു 3 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. ആദ്യത്തേത് കറൻറ്റ് എനർജി പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ഇവിടെ ഒരു യൂത്തിനെയാണ് കാണുന്നത്. ധാരാളം ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ആശയവിനിമയങ്ങൾക്ക് അനുസരിച്ചുള്ള സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അതിന് ആ ക്രിയേറ്റിവിറ്റി കൊണ്ട് തുടങ്ങാൻ പോകുന്ന പുതിയ തുടക്കങ്ങൾ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ ആ കപ്പിൽ നിന്നൊരു മത്സ്യം വരുന്ന കാരണം കൊണ്ട് ഇത് പ്രഗ്നൻസിനെയും ന്യൂ ബർത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ ആ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസിന് അനുസരിച്ചുള്ള ആശയവിനിമയത്തിനുള്ള സന്ദേശങ്ങളോ അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളോ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു പുതിയ തുടക്കത്തിന് റിസ്ക് എടുത്തിട്ട് നേരിടുക എന്നുള്ളതാണ്. അതാണ് കറൻറ്റ് എനർജി. അടുത്ത കാർഡ് ഗൈഡൻസ് നോക്കുമ്പോൾ 7 ഓഫ് കപ്സാണ്. 7 ഓഫ് കപ്സ് പറഞ്ഞാൽ ചോയ്സിൻ്റെ കാർഡാണ്. മധ്യഭ്രമത്തിൽ വിട്ട് ഒരാൾ ദുഃഖത്തോടെ അന്തിച്ച് നിൽക്കുന്ന ഒരു കാർഡാണ്. അപ്പം മധ്യഭ്രമങ്ങളിലോ മിഥ്യാധാരണയിലോ അല്ലെങ്കിൽ സ്വപ്ന ലോകത്തു നിന്നൊക്കെ മാറി തെറ്റായ വാഗ്ദാനങ്ങളിലൊന്നും പെടാതെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അതിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗൈഡൻസ് എന്നുള്ള കാർഡ് പറയണം. അടുത്ത കാർഡ് ഫോക്കസ് ദ ഹാങ്ഡ് മാൻ എന്നുള്ള കാർഡാണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. അതായത് കാഴ്ചപ്പാട് മാറ്റണം, പുതിയ കാഴ്ചപ്പാടാവണം, ചിന്താഗതികളിൽ മാറ്റം വരുത്തണം, പിന്നെ കാര്യങ്ങളെ നീട്ടിക്കൊണ്ടു പോകണ ഒരു പ്രവണത പറയും. അപ്പോൾ കാര്യങ്ങളെ നീട്ടിക്കൊണ്ടു പോകാതെ അപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് കരിയറിലാണെങ്കിലും എല്ലാ ഫീൽഡിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും സക്സസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഫോക്കസ് എന്നുള്ള കാർഡ് പറയണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.